വടകരയിലെ കടത്തനാട് ലേബർ സൊസൈറ്റി സാമ്പത്തിക ക്രമക്കേട് കേസിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കാതെ നിരപരാധികളെ വേട്ടയാടാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് ആക്ഷേപം. കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുൻ പ്രസിഡന്റ് സുധീറിന്റെ അറസ്റ്റ് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ ധൃതി പിടിച്ച് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ദുരൂഹമാണെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബൈജു രാഘവൻ ആരോപിച്ചു. കേസിലെ രണ്ടാം പ്രതിയും പ്രധാന ആസൂത്രകനുമായ വ്യക്തിയെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ച പോലീസ് ഇപ്പോൾ അയാൾ ഒളിവിലാണെന്ന് പറയുന്നത് വിചിത്രമാണെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബൈജു രാഘവൻ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 1.5 വർഷമായി കേസുമായി ബന്ധപ്പെട്ട ഡയറക്ടർ ബോർഡ് അംഗങ്ങളും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ പോലീസുമായി പൂർണ്ണമായി സഹകരിക്കുകയും എല്ലാ രേഖകളും കൈമാറുകയും ചെയ്തിരുന്നു. നിലവിൽ സുധീറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വരും ദിവസം 9-ാം തീയതി പരിഗണിക്കാൻ ഹൈക്കോടതി നിശ്ചയിച്ചിരിക്കുന്നതുമാണ്. ഇതിനായി കഴിഞ്ഞ വെള്ളിയാഴ്ച വടകര പോലീസിന് ഹൈക്കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. ഈ നോട്ടീസ് കൈപ്പറ്റിയതിന് തൊട്ടു പിന്നാലെ ശനിയാഴ്ച തന്നെ സുധീറിനെ പോലീസ് ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നിയമ നടപടികൾ കോടതിയുടെ പരിഗണനയിലിരിക്കെ നടന്ന ഈ അടിയന്തര അറസ്റ്റിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് പ്രതിഭാഗം സംശയിക്കുന്നത്. സംഘത്തിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് പ്രസിഡന്റ് എന്ന നിലയിലും ഡയറക്ടർ ബോർഡ് എന്ന നിലയിലും നിയമപരമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും സുധീറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. കേസിൽ സുധീർ പൂർണ്ണമായും നിരപരാധിയാണ്. അതേസമയം കൃത്യമായ തെളിവുകൾ നൽകിയിട്ടും കേസിലെ പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഗുരുതരമായ ആരോപണങ്ങളുള്ള രണ്ടാം പ്രതിയെ പോലീസ് പലതവണ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയായിരുന്നു. ഈ പ്രതി ഇപ്പോൾ ഒളിവിൽ പോയെന്നാണ് പോലീസ് കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നത്. യഥാർത്ഥ പ്രതികളെ പിടികൂടാതെ നിരപരാധിയായ മുൻ പ്രസിഡന്റിനെ വേട്ടയാടുന്ന സമീപനമാണ് പോലീസിന്റേതെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബൈജു രാഘവൻ ആരോപിച്ചു. ഈ ജാമ്യത്തിലെ സുധീർ ഈ കേസിലെ 3-ാം പ്രതിയാണ്. ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് 2025 ഡിസംബറിലാണ്, എന്ന് പറഞ്ഞാൽ 6 മാസം മുമ്പ്. യഥാർത്ഥത്തിൽ സുധീർ കടത്തനാട് ലേബർ സൊസൈറ്റിയുടെ ഫോർമർ പ്രസിഡൻ്റാണ്. ആ ഫോർമർ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം ഇപ്പം ഡയറക്ടർ ബോർഡ് മെമ്പറുമാണ്. 2025 സംഘത്തിലെ ഒരു ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് ചില മിസ്അപ്രോപ്രിയേഷൻസ് വന്നപ്പോൾ അത് ബോർഡിൻ്റെ ശ്രദ്ധയിൽ വരികയും ബോർഡ് ഇമ്മീഡിയറ്റായി തന്നെ അത് സംബന്ധിച്ച് കോപ്പറേറ്റീവ് രജിസ്ട്രാർക്കും വടകര സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസിനും അതുപോലെ തന്നെ ജോയിൻറ്റ് രജിസ്ട്രാർ കോഴിക്കോട് ജോയിൻറ്റ് രജിസ്ട്രാർ കോപ്പറേറ്റീവ് ജോയിൻറ്റ് രജിസ്ട്രാർക്കും താലൂക്ക് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർക്ക് അടക്കം പരാതികൾ കൊടുത്തു. അത് സംബന്ധിച്ച് സംഘത്തിൽ അവൈലബിളായ എല്ലാ ഡോക്യുമെൻസും അവിടെ സംഘത്തിലെ ഒരു ഡൊമസ്റ്റിക് എൻക്വയറി നടത്തുകയും ആ എൻക്വയറിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്ന എല്ലാ സംഭവങ്ങളും ഫൈൻഡ് ഔട്ട് ചെയ്ത ഡയറക്ടർ ബോർഡ് തന്നെ ഇതൊക്കെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയും പോലീസിലെ സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസിനടക്കം റിട്ടേണായി പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 2025 ഫെബ്രുവരി മാസം കൊടുത്ത പരാതിയിൽ ഈ നമ്മളിപ്പോൾ 2026 ജൂലൈ മാസം വരെ ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ 2025 ഡിസംബറിൽ പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്യുകയും അതാണ് ഇന്നത്തെ ജാമ്യത്തിൽ വന്നിരിക്കുക 1734 FIR രജിസ്റ്റർ ചെയ്തു. ഇതിലും പോലീസ് 6 മാസമായി അന്വേഷണം നടത്തുന്നു. സംഘത്തിൻ്റെ ഓഫീസ് സീസ് ചെയ്തു, അതുപോലെ സീൽ ചെയ്തു, അവിടുത്തെ ഡോക്യുമെൻറ്റ്സ് മുഴുവൻ സീസ് ചെയ്തിട്ടുണ്ട്. അന്വേഷണവുമായി കഴിഞ്ഞ 1.5 വർഷമായി പലതവണ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും സെക്രട്ടറി അടക്കമുള്ള ആളുകളെയും പോലീസ് വിളിപ്പിക്കുകയും അവിടെ വെച്ച് എല്ലാ ഡീറ്റെയിൽസുകളും പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അവസരത്തിൽ 9/7 സുധീറിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ വേണ്ടി ഹൈക്കോടതി വെച്ചിരിക്കുന്നു. അതിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വടകര പോലീസിന് നോട്ടീസ് കൊടുത്തിരുന്നു. ആ നോട്ടീസ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടും ശനിയാഴ്ച ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് ശരിക്കും പറഞ്ഞാൽ ഇതിനിടയിൽ മറ്റ് ചില രാഷ്ട്രീയമായ ചില പകപോക്കലുകളും മറ്റു കാര്യങ്ങളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കേസ് സംബന്ധിച്ച് എൻ്റെ പ്രൈം അക്യൂസ്ഡായ ആൾക്കെതിരെ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകളടക്കം പോലീസിൻ്റെ മുമ്പാകെ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കേസിൽ പ്രതിയെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടതെങ്കിലും കോടതി 3 ദിവസത്തെ കസ്റ്റഡി മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. സുധീറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടില്ല. വരുന്ന 10-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപായി പ്രതിയെ ഹാജരാക്കാനും ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേൾക്കാനും കോടതി തീരുമാനിച്ചിട്ടുണ്ട്. കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിഭാഗം.